ഇതിൻ്റെ കാര്യം ഈ പ്രോസ്റ്റേറ്റിൻ്റെ ഇഷ്യൂ പറയുമ്പോൾ നമ്മളിപ്പോൾ ലൈഫ് സ്റ്റൈല് കറക്റ്റ് ചെയ്ത് ചെയ്യാം എന്ന് നമ്മൾ പറയുമ്പോൾ പേഷ്യൻസിൻ്റെ ഓപ്ഷൻ ശരിക്ക് എന്ത് പേഷ്യൻ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനത്തെ പേഷ്യൻസ് ആയിട്ടുള്ളത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാധാരണ ഇപ്പം ഗുളിക കഴിച്ചാൽ അതൊന്ന് മാറിയാൽ പിന്നെ അതാണല്ലോ എളുപ്പം എന്നുള്ള രീതി ചിന്തിക്കുമല്ലോ. കൂടാതെ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ ചെയ്ത് അത് ക്ലിയർ ചെയ്യാൻ പറ്റിയാൽ അത്, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ചെയ്ത് അത് ക്ലിയർ ചെയ്യാൻ പറ്റിയാൽ അത് എളുപ്പമല്ലേ, ഒരു വൺ ടൈം വൺ ഇവൻ്റ് അല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നവരല്ലേ ഉള്ളൂ. പിന്നെ ആരാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് ലൈഫ് സ്റ്റൈല് കറക്റ്റ് ചെയ്ത് ഇത് ചെയ്യണം എന്ന് ചിന്തിക്കുന്നത്? അത് ശരിക്കും നമ്മൾ ഏതെങ്കിലും പേഷ്യൻ്റ് പറഞ്ഞോ, അല്ലെങ്കിൽ ഈ വീഡിയോസ് ഇപ്പം എനിക്കൊന്ന് ഞാനൊരു 2-3 വർഷം ഒന്നല്ല, ഒരു ആഫ്റ്റർ കോവിഡ് ടൈം മുതലാണ് നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് അതിന് മുമ്പേ സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി കോവിഡിന് മുമ്പാണ്, 19 അന്ന് മുതൽ വീഡിയോസ് വരുന്നുണ്ട്, പ്രോസ്റ്റേറ്റിനെ കുറിച്ച് വിട്ടിട്ടുണ്ട്. അത് കണ്ട് ഇപ്പം യൂഷ്വലി അവർ പ്രോസ്റ്റേറ്റ് പ്രോബ്ലം സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട്സ് അയച്ചു കൊടുത്ത്, റിലേറ്റീവ്സ് അയച്ചു കൊടുത്ത് അങ്ങനെ കണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി വരുന്ന പേഷ്യൻ്റാണ് എൻ്റെ അടുത്ത് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. അപ്പം അത് വളരെ ലിമിറ്റഡ് ആൾക്കാരിലേക്ക് എത്തിയിട്ടുള്ളൂ എന്നുള്ളത് ഒരു ട്രൂത്താണ്. പിന്നെ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഓരോന്നിനും പോയിന്റ് ഓഫ് വ്യൂവിൽ സയൻറ്റിഫിക്കലി നോക്കി ചെയ്യാന്ന് പറയുന്നത്, അത് മറ്റ് സാധാരണ ഇപ്പോൾ ഒരു യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്നാലോ, അല്ലെങ്കിൽ നെഫ്രോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്നാലോ, അല്ലെങ്കിൽ ഫിസിഷ്യൻ്റെ അടുത്ത് ചെന്നാലോ ഒന്നും ഈ ലെവലിലൊരു ട്രീറ്റ്മെൻറ്റ് അവർ കൊടുക്കുന്നില്ല. അവരെല്ലാം മരുന്നല്ല, സർജറി ഓറിയൻറ്റഡ് ആണ്, മോഡേൺ മെഡിസിൻ എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ശരിക്കും മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻറ്റ് ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.